ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവേ ഞാൻ എല്ലായിടത്തും സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ബേബീസിന് പലതരത്തിലുള്ള ഓയിലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പല രീതിയിലും നമുക്ക് ഓയിലുകൾ, മസാജ് ഓയിലുകൾ അവൈലബിൾ ആണ്. എന്നാൽ നമുക്കിതെല്ലാം പല പല പർപ്പസിന് വേണ്ടിയിട്ട് പല ഓയിൽസാണ് നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നത്. എന്നാൽ എല്ലാം നമുക്ക് ഒറ്റ ഒരു ഇതിൽ കിട്ടുവാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ബിസി ലൈഫിൽ നമുക്ക് ഈ പല രീതിയിലുള്ള ഓയിലുകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പലതും നമുക്ക് മേടിക്കാനും നമുക്ക് അഫോർഡബിൾ ആയിരിക്കുകയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള റിവ്യൂവിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണിത്. അപ്പം ആ രീതിയിലാണ് ഞാനിന്നിവിടെ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പണ്ട് കാലം മുതൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നതും നമ്മൾ കേട്ട് വരുന്നതുമായിട്ടുള്ളൊരു എണ്ണയാണ് നമ്മുടെ നാടൻ ഉരുക്ക് വെളിച്ചെണ്ണ. ഈ നാടൻ ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ അത് എന്താണ്, ക്വാളിറ്റി നല്ലതാണോ, ജെന്യുവിനായിട്ടുള്ളതാണോ, കെമിക്കൽസ് ഉണ്ടോ എന്നും നമുക്കൊന്നും അറിയില്ല. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ എല്ലാവരും വീടുകളിൽ അത് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം നമുക്ക് ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ചിലവർക്ക് ചില പേരൻസിന് അത് സാധിച്ചെന്ന് വരില്ല. ഇനി നമ്മളത് പോസിബിൾ ആക്കാൻ നോക്കിയാലും നമുക്ക് ചിലപ്പം അതിൻ്റെ ആ ഒരു പാകം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് നമ്മളോട് പറയാൻ പറ്റില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അതായത് ഇപ്പോൾ എണ്ണയുടെ നമ്മുടെ ആ ഒരു മൂപ്പ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന മസ്റ്റായിട്ടും മിക്ക പിള്ളേർക്കും കണ്ടുവരുന്ന ഒന്നാണ്. പക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല അവരെന്തിനാണ് കരയുന്നതെന്നുള്ളത്. അത് ആ എണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം അതിൻ്റെ പാകം തെറ്റാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം നാടൻ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഞാൻ ഉപയോഗിച്ച് വന്ന ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പവും വരാത്തതും ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതുമായിട്ടുള്ളൊരു എണ്ണയുടെ കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. അത് നമ്മുടെ ആയുർവേദ കടകളിൽ, അതായത് കോട്ടക്കൽ പോലുള്ള ആയുർവേദ കടകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരെണ്ണയാണ്. അതിൻ്റെ പേര് ലാക്ഷാദി വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്. അത് തനിനാടൻ വെളിച്ചെണ്ണയാണ് അവരതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് കുറേ ആയുർവേദിക് ആയിട്ടുള്ള കുറേ മെഡിസിൻസും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് തലയിലും അത് തേക്കാം, കുഞ്ഞുങ്ങളുടെ ബോഡിയിലും നമുക്കത് തേച്ച് കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ഒരു ടൈം തുടങ്ങുമല്ലോ, ആ സമയം മുതലേ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു എണ്ണയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല ഒരു ബെനിഫിറ്റ് തരുന്ന ഒരു എണ്ണയാണ്. നമുക്കിപ്പം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എപ്പോഴും അറിയാമല്ലോ, നമുക്ക് കോൾഡും കഫും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ക്ലൈമറ്റ് ചേഞ്ചും, കാരണം അവർ നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊന്ന് സെറ്റായി വരണമല്ലോ. അപ്പം മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ ഈ എണ്ണ ഒരിക്കലും ഒരു കഫോ കോൾഡോ അവർക്ക് വരില്ല. അതുപോലെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഈ ലാക്ഷാദി വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. നമുക്ക് കോട്ടക്കൽ നമുക്ക് അവൈലബിൾ ആണ്. ആയുർവേദ ഷോപ്പുകളിലൊക്കെ ചെന്നാൽ അറിയാം, കോട്ടക്കലിൻ്റെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും, അതായത് നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാം. ചൂടാക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബോഡിയിലും നമുക്ക് അവരുടെ തലയിലും കുളിപ്പിക്കുന്ന നേരത്ത് തേച്ച് കൊടുക്കാവുന്നതാണ്. നിറം കൂടാനും അത് നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ച് ഒത്തിരി വെളുത്തങ്ങ് ഇതാവും എന്നല്ല പറയുന്നത്. അത്യാവശ്യം ഒരു ഫെയ്ഡ്, ഒരു ഫെയ്ഡ് കൂടി നമുക്ക് വരും. നമുക്കെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കളർ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ അമ്മമാരുടെയും കളർ തന്നെയാണ് വരുന്നത്. അവരപ്പം ഉണ്ടായ കളറിൽ നിന്നും വലിയൊരു മാറ്റം നമുക്ക് സംഭവിച്ച് വലിയൊരു ഇതുണ്ടാവും എന്നല്ല പറയുന്നത്. അത് അവരുടെ നിറം എന്ന് പറയുന്നത് ഗ്രാജുവലി മാറുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റേതായ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. 100% നമുക്ക് ഉറപ്പാണ്. അത് അവരുടെ കളറിലും ആ ഒരു ഫെയ്ഡ്, ഒരു ടോൺ ഒന്ന് ഇൻക്രീസ് ആകും. പിന്നെ അവർക്ക് അവരുടെ ആ ഒരു വെയിറ്റിലും ഒക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, അവർക്ക്
ജലദോഷമോ പനിയ പോലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുക. അതൊന്നും നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്തുകൊണ്ട് വരികയില്ല. ബോഡിയിൽ ഉണ്ടാകുന്ന അറിയാമല്ലോ, നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് ഡ്രൈനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അല്ലെ, നമുക്ക് ചൂടുകാലത്തും ഡ്രൈനസ് ഉണ്ടാവും, തണുപ്പ് കാലത്തും ഡ്രൈനസ് ഉണ്ടാവും. 2 രീതിയിലായിരിക്കും സ്കിന്നിന് വരുന്നത്. അതിനൊക്കെ നല്ല ബെസ്റ്റാണ് നമുക്ക് വരുന്നത് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആയിട്ടുള്ള അലർജിക്സ് പോലെയുള്ള എന്തെങ്കിലും നമ്മൾ പാടുകളൊക്കെ വരില്ലേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, അതിനും ഒത്തിരി ബെനിഫിറ്റാണ് ഈ എണ്ണ നമുക്ക് തേച്ച് കുളിപ്പിക്കുന്നത്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമാണ്. ഇതൊരിക്കലും ഒരു പ്രോഡക്റ്റിൻ്റെ നമ്മളൊരു പ്രൊമോഷൻസ് പോലെ ചെയ്യുന്നതല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്, പുറത്തും അവൈലബിൾ ആണ്. ഇത് നമ്മളിപ്പോൾ ദുബായിലാണ്. ദുബായിൽ നമുക്ക് ഈ എണ്ണ അവൈലബിൾ ആണ്. കോട്ടക്കലിൻ്റെ സ്റ്റോറുള്ള എല്ലായിടത്തും ഈ എണ്ണ അവൈലബിൾ ആണ്. നമുക്ക് നാട്ടിലാണെങ്കിൽ ഏകദേശം ഒരു 135, 180 അതിൻ്റെ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ എണ്ണ വരുന്നത്. ഒരു ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 1.5 മാസത്തോളം നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ദുബായിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതിനൊരു 15 ദറംസോളം ആയിരിക്കും ആ ഒരു ബോട്ടിലിന് വരുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് അറിയിക്കാം. ഇതുപോലെ ബേബീസിൻ്റെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇനിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് നമുക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.